ഒരു കോൺ 45 ഡിഗ്രി ആയ മട്ടത്രികോണത്തിന്റെ ലംബവശത്തിന്റെ നീളം 8 സെന്റിമീറ്റർ. കർണം കാണുക. ഒരു ആംഗിൾ 45 ഡിഗ്രിയാണ്, റൈറ്റ് ട്രയാംഗിൾ ആണ്, ഓൾട്ടിറ്റ്യൂഡ് തന്നിട്ടുണ്ട് 8 സെന്റിമീറ്റർ, ഹൈപ്പോട്ടന്യൂസ് കാണണം. നമുക്കൊരു മട്ടത്രികോണം വരയ്ക്കാം. ഒരു മട്ടത്രികോണം, എന്താ മട്ടത്രികോണം പറഞ്ഞാൽ ഒരു കോൺ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇതിൽ ഈ കോണ് 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രിയുടെ എതിർഭാഗത്തെ വശത്ത്, 90 ഡിഗ്രിയുടെ എതിർഭാഗത്തെ വശത്തെ നമ്മൾ കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയും. മറ്റ് രണ്ട് വശങ്ങൾ പാദവും ലംബവും. ഇത് പാദം അല്ലെങ്കിൽ ബേസ് എന്ന് പറയും, ഇത് ലംബം അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയും. ഇനി നമുക്ക് ഇതിൽ പറഞ്ഞിട്ട് ഒരു കോൺ 45 ഡിഗ്രിയാണ്. അപ്പോൾ ഈ കോൺ 90 ആണ് നമുക്കറിയാം. മട്ടത്രികോണത്തിൻ്റെ ഒരു കോൺ 90 ആണ്. ഇനി ഇതിലത്തെ ഒരു കോൺ 45 ആണ്. ഈ കോണ് 45 ഡിഗ്രിയാണ്. നമുക്കറിയാം ഒരു ത്രികോണത്തിൽ 3 കോണും കൂടി കൂട്ടിയാൽ 180 ആണ്. ഒരു ത്രികോണത്തിൽ 3 കോണും കൂട്ടിയാൽ 180. അപ്പോൾ ഇവിടെ 90 ആയി. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്ന് എനിക്ക് 90 വരാൻ പാടുള്ളൂ. അപ്പോഴേ 90 180 ആവുള്ളൂ. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? ഇവിടെയും 45 ആയിരിക്കും. അതാണ്. അപ്പോൾ 45 90 ആയി. ഈ 90 കൂട്ടിയാൽ 180. അപ്പോൾ നമുക്ക് ഈ രണ്ട് വശങ്ങൾ തുല്യമാണെന്ന് മനസ്സിലായി. ഒരു ത്രികോണത്തിൻ്റെ ഈ രണ്ട് കോണുകൾ തുല്യം കേട്ടോ. ഒരു ത്രികോണത്തിൻ്റെ രണ്ട് കോണുകൾ തുല്യമായാൽ അവയ്ക്കെതിരെയുള്ള വശങ്ങൾ തുല്യമാണ്. ഒരു ത്രികോണത്തിൻ്റെ രണ്ട് കോണുകൾ തുല്യമായാൽ അവയ്ക്കെതിരെയുള്ള വശങ്ങൾ, ഈ കോണിൻ്റെ എതിർവശം ഏതാ? ഇതാണ് അല്ലേ? ഈ കോണിൻ്റെ എതിർവശം ഇതാണ്, ഈ കോണിൻ്റെ എതിർവശം ഇതാണ്. അപ്പോൾ ഒരു ത്രികോണത്തിലെ രണ്ട് കോണുകൾ തുല്യമായാൽ അവയ്ക്കെതിരെയുള്ള വശങ്ങൾ തുല്യമായിരിക്കും. അപ്പോൾ ഈ വശവും തുല്യമായിരിക്കും. അപ്പോൾ അതായത് പാദവും ലംബവും തുല്യം. ഇനി നമുക്ക് എന്ത് കാണണം? കർണം കാണണം. കർണം കാണാൻ പൈത്തഗോറസ് സിദ്ധാന്തം. കർണം കാണാൻ പൈത്തഗോറസ് സിദ്ധാന്തം റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ വില കൊടുക്കുക സമം റൂട്ട് ഓഫ്. ഒരു വശം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? മട്ടത്രികോണത്തിൻ്റെ ലംബവശ നീളം 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ 8 ആണ്, ഇത് 8 ആണ്. അപ്പോൾ ഇത് 8 വന്നാൽ ഇതും എന്താണ്? 8 ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? 8 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ സമം റൂട്ട് ഓഫ് 8ൻ്റെ സ്ക്വയർ 8 64 പ്ലസ് 64. 64 കൂട്ടുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി? 64 2 കൊണ്ട് കുടിച്ചാലും മതി. 64 കൂട്ടുന്നതിന് പകരം 64 2 കൊണ്ട് കുടിച്ചാലും മതി. അപ്പോൾ റൂട്ട് ഓഫ് 64 × 2 എന്ന് പറഞ്ഞ അർത്ഥം 64നും റൂട്ട് എടുക്കണം, 2നും റൂട്ട് എടുക്കണം. 64നും റൂട്ട് എടുക്കണം, 2നും റൂട്ട് എടുക്കണം. 64 റൂട്ട് എത്രയാണ്? 8 ആണ്. 2ൻ്റെ റൂട്ട് നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. അപ്പോൾ 64 റൂട്ട് 8 എന്ന് എഴുതി. ഇത് റൂട്ട് ഇല്ലാത്തത് കൊണ്ട് റൂട്ട് ചിഹ്നത്തിനകത്ത് 2 എന്ന് എഴുതി. അപ്പോൾ കർണം എത്രയാണ്? 8 √2 സെൻറ്റിമീറ്റർ.